LIC പോളിസികളിൽ GST ഈ സെപ്റ്റംബർ 22-ാം തീയതി മുതൽ പൂർണ്ണമായിട്ടും പിൻവലിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ LIC ഏജൻ്റാണ്. ഈ 2025 സെപ്റ്റംബർ 22-ാം തീയതി മുതൽ LIC പോളിസികളിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ നിന്നും GST പൂർണ്ണമായിട്ട് പിൻവലിക്കുകയാണ്. നമ്മൾ LICയെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയുന്നത്. LICയിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള GST റേറ്റാണ് നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസിൽ നമ്മൾ 18% GST ആയിരുന്നു ഇതുവരെ വാങ്ങിയിരുന്നത്. രണ്ടാമത് വരുന്നത് റെഗുലർ പ്രീമിയം. നമ്മൾ 5 വർഷം 10 വർഷത്തേക്കൊക്കെ റെഗുലറായിട്ട് RD പോലെ അടയ്ക്കുന്ന സാധാരണ പോളിസികൾ. അതിന് നമ്മൾ വാങ്ങിയിരുന്നത് ഫസ്റ്റ് ഇയർ 4.5%, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 2.25% നമ്മൾ വാങ്ങിയിരുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് സിംഗിൾ ഡെപ്പോസിറ്റാണ്. ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുന്ന അതിന് 1.8% ആയിരുന്നു GST വാങ്ങിയിരുന്നത്. ഇത് മൂന്നും ഈ 22-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് അതിൻ്റെ സിംഗിൾ ഡെപ്പോസിറ്റ് ഓൾറെഡി അടച്ചു കഴിഞ്ഞ് ഇനി അതിനൊന്നും ചെയ്യാനില്ല. പക്ഷേ ബാക്കിയുള്ള അടുത്ത റിന്യൂവൽ വരുന്ന സമയത്ത് ഈ GST ഇല്ലാതെയാണ് പ്രീമിയം വരിക. എന്നാൽ GST ഇല്ലാത്തൊരു പോളിസി നിലവിൽ LICയിൽ ഉണ്ട് കേട്ടോ. ഒരു മൈക്രോ ബച്ചത്ത് എന്ന് പറഞ്ഞൊരു ഗ്രാമീണ പോളിസി ഉണ്ട്. അതിൽ ഓൾറെഡി GST ഇല്ല, മുൻപും GST ഇല്ല. അപ്പോൾ ഇതാണ് പുതിയ നിയമത്തിൽ LIC പോളിസി ഹോൾഡേഴ്സിന് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരു സംഖ്യ നമ്മൾ GST ആയിരുന്നു കൂടാതെ നമുക്ക് തിരിച്ചു കിട്ടുന്ന സംഖ്യയല്ല. സാധാരണ പ്രീമിയം അടയ്ക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രീമിയമാണ്. ടേം ഇൻഷുറൻസ് വഴി ബാക്കിയെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇത് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് പോകുന്നത്. മറ്റേ LICയിലേക്ക് കിട്ടുന്നത് ഇത് GST നേരെ സർക്കാരിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. ഞാൻ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ സംശയങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ പോളിസി ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഞാൻ ഫ്രീ സർവീസാണ്. അസെൻ്റ് പോളിസി ഹോൾഡേഴ്സ് അല്ലാത്തവർ അവരുടെ സംശയങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ വാട്സപ്പിലാണ് നിങ്ങൾ വോയിസ് ഇടേണ്ടത്. എന്നെ വിളിക്കാതിരിക്കുക. വിളിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയതില്ല. വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങൾ പേരും നിങ്ങളുടെ സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും വെക്കണം. അതോടൊപ്പം തന്നെ ഞാനൊരു കൺസൾട്ടേഷൻ ഫീസ് വാങ്ങുന്നുണ്ട്. 500 രൂപയാണ് ആ ഫീസ്. അത് റീഫണ്ടബിൾ ആണ്. അതായത് നിങ്ങൾ 3 മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ എടുത്തു കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. അതല്ല വെച്ചെങ്കിൽ അത് ഫീസായിട്ട് മാറും. ഇത് ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്നത് എൻ്റെ പോളിസി ഹോൾഡേഴ്സിന് ഇത് ബാധകമല്ല. പോളിസി ഹോൾഡേഴ്സിനെ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അസൽ ഞാൻ പറയുന്നത് ഒരുപാട് യൂട്യൂബിൽ ഞാൻ വീഡിയോ അനുസരിച്ച് ഒരുപാട് കോളുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ